നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ് കേരള ജനതയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മന്ത്രിയെ നോക്കുകുത്തിയാക്കി വൈദ്യുതി വകുപ്പ് സിപിഎം അഴിമതിയുടെ കൂത്തരങ്ങാക്കി. സർക്കാർ ഏർപ്പെടുത്തുന്നത് നാടിന് അപകടകരമായ കരാറുകളിലെന്നും രമേശ് ചെന്നിത്തല. കോട്ടായിയിൽ അർദ്ധരാത്രി ഗുണ്ടാശൈലിയിൽ വീടുകയറി ആക്രമണം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 8 വാഹനങ്ങൾ തകർത്തു. ആക്രമണമുണ്ടായത് കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീടിനു നേരെ. കോട്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിൽ പാലക്കാട് പുതുപ്പരിയാരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ പഴക്കട ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിന് ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വൈദ്യുതി മേഖലയാണ് ഇപ്പോൾ കൊള്ളയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വകുപ്പ് മന്ത്രിയെ നോക്കുകുത്തിയാക്കിയാണ് സിപിഎമ്മിന്റെ കൊള്ളയെന്നും രമേശ് ചെന്നിത്തല തൃത്താലയിൽ പറഞ്ഞു. വൈദ്യുതി രംഗത്ത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ദീർഘകാല കരാറിൽ ഒപ്പിടാനാണ് സർക്കാർ നീക്കമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അഴിമതിക്കാരായ LDFന്റെ ഭരണത്തെ താഴെയിറക്കാൻ കഴിയണം. ഈ ഭരണം ഇനിയും തുടരാൻ അനുവദിക്കരുത്. അതിനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ശ്രമിക്കുന്നത്. മണിമലാർ പദ്ധതിയിലൂടെ പുതിയ ദീർഘകാല കരാറിനാണ് ശ്രമം. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക വിധത്തിലുള്ള ദീർഘകാല കരാറിൽ ഒപ്പിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദീർഘകാല കരാർ ഏർപ്പെടാൻ പോവുകയാണ്. 2041 വരെ ഒരു കരാറുണ്ടായിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക്. അത് റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ കരാറിന് വേണ്ടി പോകുന്നത്. ഇന്ന് നിങ്ങൾ മാതൃഭൂമി പത്രത്തിലുണ്ട്, റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇതിന് വില കൂടാൻ പാടില്ല. നമ്മളെ ആളുകളെ കളിപ്പിക്കുകയല്ല, ആളുകളെ പൊട്ടന്മാരാക്കുകയല്ല. ഇന്ന് 4 രൂപ 29 പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ആവശ്യം 4 രൂപ 29 പൈസയ്ക്ക് തന്നെ ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക നിലയിലുള്ള ലോങ് ടൈം എഗ്രിമെന്റ് ഒപ്പിടണമെന്നാണ്. അതിനിടയിലാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന മണിയാറിലുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി 30 വർഷത്തേക്ക് ലൈനാർ ഗവൺമെന്റ് കാലത്ത് കൊടുത്തതാണ്. 12 മെഗാവാട്ട് ഉത്പാദിപ്പിക്കുക. ആ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഉപയോഗിച്ച് കമ്പനികൾ നടത്തണം. 3 കമ്പനി അവർ നടത്തുന്നുണ്ട്. BOT ബേസിലാണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നിർമ്മിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക, അത് തിരിച്ച് ഗവൺമെന്റ് കൊടുക്കുക. തൃത്താലയിൽ കോൺഗ്രസ് നേതാവായിരുന്ന VK പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അധ്യക്ഷത വഹിച്ചു. നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായിയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. കോട്ടായി കരിയാട്ടുപറമ്പിൽ മൻസൂറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 8 വാഹനങ്ങളാണ് തകർത്തത്. ശനിയാഴ്ച പുലർച്ചെ 3:30 സംഭവം. ടിപ്പർ ലോറി, കാർ, ബുള്ളറ്റ്, ബൈക്കുകൾ, പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ട്രാവലർ എന്നിവയാണ് അടിച്ചു തകർത്തത്. ഒരാഴ്ച മുൻപ് നടന്ന സുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് 600 രൂപ മൻസൂർ നൽകാൻ വൈകിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 ദിവസം മുൻപ് വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു. സംഭവത്തിൽ 2 പേർക്കെതിരെ കോട്ടായി പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്തതിന്റെ വൈരാഗ്യമാണ് ശനിയാഴ്ച പുലർച്ചെ 15ഓളം വരുന്ന സംഘം മാരകായുധങ്ങളുമായി വീടിന്റെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചത്. വാതിൽ തുറക്കാത്തതിനാൽ നിർത്തിയിട്ട വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു. ആക്രമി സംഘത്തിന്റെ തേർവാഴ്ചയിൽ ഭീതിയിലാണ് ഇപ്പോൾ ഈ വീട്ടുകാർ. ഡോറിൽ വന്നുകൊണ്ട് അടിച്ചു ഞങ്ങൾ തുറക്കാണ്ട് അറിയില്ല ഇതെന്താ സംഭവം, വെളിയിൽ നിന്ന് ആരെ വന്നെന്ന് അറിയില്ല. ഓടി വന്ന് ഡോറ് തുറക്കാന്ന് കുട്ടികളെ ഇടയ്ക്ക് തുറക്കണ്ട, അറിയാണ്ട് തുറക്കണ്ട. അങ്ങനെ വെളിയിൽ ഇറങ്ങിയതും വണ്ടിയുടെ നല്ല സൗണ്ട്, ആരും വിളിക്കാനും പറ്റുന്നില്ല. ആ സമയത്ത് ഫോണെടുത്ത് ഒരു ഫോൺ കോൾ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ കുട്ടികൾ വെളിയിൽ വന്ന് ഏകദേശം 25 ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായതായാണ് വീട്ടുകാർ പറയുന്നത്. പുതിയ വണ്ടികളാണ്. 10-25 ലക്ഷം രൂപയുടെ നഷ്ടം എന്തായാലും ഉണ്ടാവും തീർച്ചയായും.
കാരണം വണ്ടി എടുത്തിട്ട് ഞങ്ങൾ 4-5 മാസമായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവന്റെ ഉദ്യോഗത്തിന് വേണ്ടി എടുത്ത രണ്ടാമത്തെ വണ്ടിയാണ്. അത് പുതിയതാണ്, അതും എടുത്തതാണ്. അതിലും പോകുമ്പോൾ അതിനും കേടുപാട് വരുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. പ്രദേശത്ത് അക്രമി സംഘം വളരുകയാണെന്നും ഇവരെ നിലയ്ക്ക് നിർത്താൻ പോലീസ് കാര്യക്ഷമമായി തന്നെ ഇടപെടണമെന്നും പോലീസിന്റെ നിഷ്ക്രിയത്വം അക്രമി സംഘത്തെ വളരാൻ ഇടയാക്കുമെന്നും കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു. നിസ്സാര പ്രശ്നത്തെ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് സോൾവ് 600 രൂപയുടെ ഒരു പ്രശ്നമാണ്. ഒരു ഡ്രസ് കോഡ് എടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഈ വിഷയത്തെ ഇവരെ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം ഇതിന്റെ പുറകിൽ വന്നിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്നും സീരിയസ് ആയി എടുത്തില്ല. എന്നാൽ ഇവിടുത്തെ നാട്ടുകാരത് രമ്യമായി പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. ഈ നാടില് ഇന്ന് വരെ കാണാത്ത ഒരു ഗുണ്ടാ സംഘ ആക്രമണമാണ് കണ്ടത്. ഇന്നലെ പുലർച്ചെ 3:30 മണിയോടുകൂടി 10-15 ഗുണ്ടകൾ ഇവിടെ വന്ന് വാതില് ചവിട്ടി തുറക്ക് വെട്ടിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറാനാണ് ശ്രമിച്ചത്. വീട്ടുകാരല്ല, വയസ്സായ വൃദ്ധരായ എല്ലാവരും കൂടി ഭയന്ന് നിലവിളിച്ച് വാതിൽ ചേർത്ത് പിടിച്ചതാണ്. അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. അപ്പോ ഇവിടെ നടക്കുന്ന ഈ വാഹനങ്ങളെല്ലാം അടിച്ച് തകർത്ത് ആ സമയത്ത് അവർ ആരെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ അവർ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗുണ്ടാ സംസ്കാരം. പോലീസിന് കൃത്യമായ വിവരം കൊടുത്തു, രാവിലെ പരാതി കൊടുത്തു. വീണ്ടും വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ നേരെ ചെന്നിട്ട് SI-നോട് പറഞ്ഞു, സാർ ഇത് സാർ ഉദ്ദേശിക്കുന്ന പോലെയല്ല, സാധാരണ പരാതിയെ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരാളെ പോലും അതിൽ പേര് കൊടുത്തിട്ടുള്ള അവർ വിഷ്വലിലുള്ള ആരും തന്നെ ഒരാളെ പോലും പോലീസ് വിളിച്ചു വെച്ചില്ല. മിനിഞ്ഞാന്ന് പോലീസ് കൊണ്ടുപോയ 2 പേർ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് റീല് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പോലീസിന്റെ നിഷ്ക്രിയത്വം മാത്രമാണ് ഇത് നടന്നത്. ഞങ്ങൾക്ക് ഈ ഒരു ഗ്രാമത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വീട്ടിൽ ഇത്രയും ഭീകരമായ അന്തരീക്ഷം നടന്നിട്ട് ഈ നിമിഷം വരെ പുലർച്ചെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടുകാർ പോലീസിൽ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ആരും ഫോൺ എടുത്തില്ല. ആ ഫോൺ എടുത്തിരുന്നുവെങ്കിൽ അവരെ ആ നിമിഷം തന്നെ ഇവർ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ, നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയാണ് അപകടം. പാലക്കാട് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവരാണ് മരിച്ചത്. ലോറിയുമായി കൂട്ടിയിടിച്ച ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റാണ് യുവാക്കൾ മരിച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു. മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബൈക്ക് അമിതവേഗത്തിൽ ലോറിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ലോറി ഡ്രൈവറുടെ മൊഴി. യുവാക്കൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് പഴക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയിലേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനങ്ങളിലാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത്. അപകടത്തിൽ കാറിൻ്റെ മുൻവശം ഭാഗികമായും പഴക്കട പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ G ശിവരാജൻ, KM ഫെബിൻ, S കൃഷ്ണദാസ്, PR പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PK പ്രിയകുമാരൻ, PK വാസു, നേതാക്കളായ K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, ബോബൻ മാട്ടുമന്ത, പ്രതീഷ് മാധവൻ, H സത്താർ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസമായി രാജ്യത്തെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ജനാധിപത്യമെല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഇന്ന് രാജ്യമെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുനങ്ങാട് മുരുക്കുംപറ്റയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് നായ്ക്കളുടെ കടിയേറ്റു. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ വൻ ഭീഷണിയാകുന്നത്.
മുരുക്കുംപറ്റയിൽ വിലസുന്ന തെരുവുനായ്ക്കൾ ജനജീവിതത്തിന് വലിയ ഭീഷണിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് നായയുടെ കടിയേറ്റു. മുരുക്കുംപറ്റ നായരു വീട്ടിൽ വേണുഗോപാലിനെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വേണുഗോപാൽ ചികിത്സ തേടി. ശനിയാഴ്ച രാവിലെ നായ്ക്കൾ ബൈക്കിന് കുറുകെ ചാടി 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. സാരമായി മുറിവേറ്റ ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായ്ക്കൾ വിലസുന്നതിനെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാർ കൂട്ടമായി ഒപ്പിട്ട പരാതി പോലീസിൽ സമർപ്പിക്കാനാണ് തീരുമാനമെന്ന് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജിലും പലതവണ നമ്മൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. കൂടാതെ മുരിക്കുംപറ്റ ഭാഗത്ത് മിനിഞ്ഞാന്ന് ഒരു പ്രദേശവാസിയെ, വേണുഗോപാലൻ എന്നൊരു പ്രദേശവാസിയെ പട്ടികടിക്കുകയും താലൂക്ക് ആശുപത്രിയിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിനേഷൻ നൽകുകയും ചെയ്തു. കൂടാതെ ഇന്നു കാലത്ത് വീണ്ടും ബൈക്ക് യാത്രികരായ 2 പേരുടെ ബൈക്കിന് കുറുകെ പട്ടി ചാടി 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു പരിഹാരമില്ലാത്ത ഈ സ്ഥിതിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ, അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം അറിയിക്കുന്നു. കൂടാതെ ഇന്ന് പൊതുജനങ്ങളുടെ ഒരു മാസ് പെറ്റീഷൻ ഒറ്റപ്പാലം പോലീസിലും നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് പദ്ധതിക്ക് സമീപം അടിഞ്ഞുകൂടിയ മണലും എക്കലും നീക്കുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം മൂർക്കനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. മഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പാലത്തിന് തൊട്ടുതാഴെ വരെ ജലനിരപ്പ് ഉയർന്നിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പുഴയുടെ ഭാഗങ്ങളിൽ മണ്ണും മണലും അടിഞ്ഞുകൂടിയത് തൂതപ്പുഴയുടെ സുഗമമായ ഒഴുക്കിനെ സാരമായി ബാധിച്ചു. പദ്ധതിക്ക് സമീപം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എക്കലും മണലും നീക്കം ചെയ്യാൻ നടപടിയായത്. പദ്ധതിയുടെ മുകൾ ഭാഗത്ത് 1 കിലോമീറ്ററും എതിർഭാഗത്ത് 1/2 കിലോമീറ്ററും മണലും എക്കലും നീക്കം ചെയ്യാൻ തീരുമാനമായി. ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. തിരുവേഗപ്പുറ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ലഭ്യമായിട്ടില്ല. ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണെങ്കിലും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്. അതിൽ കുറച്ച് ഭാഗം എന്തായാലും ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ഭാഗം മാത്രം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുക. മറ്റു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തുടരും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. മൂർക്കനാട് പഞ്ചായത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ധനസഹായത്തോടെയാണ് പാലം നിർമ്മിക്കുന്നത്. ജലസേചന വകുപ്പിൻ്റെ ഡിസൈൻ ടീമാണ് പാലത്തിൻ്റെ രൂപകൽപ്പന. ഇറിഗേഷൻ വകുപ്പിൻ്റെ നിർവഹണ ഏജൻസിയായ KIIDCയുടെ മേൽനോട്ടത്തിലാണ് റെഗുലേറ്റർ നിർമ്മാണം പുരോഗമിക്കുന്നത്. മൂർക്കനാട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും റോഡിനു വേണ്ട സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇനിയും കുറച്ചു ഭാഗത്തുകൂടി സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിലെ നവീകരിച്ച ശക്തൻ തമ്പുരാൻ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നവീകരണത്തിന്റെ ഭാഗമായി തീമാറ്റിക് സങ്കല്പത്തിൽ 14 ഗ്യാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ കൊച്ചി രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായ തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള വടക്കേച്ചിറ കോവിലകമാണ് ഇന്നത്തെ പുരാവസ്തു മ്യൂസിയം. വിവിധ കാലങ്ങളിലായി രാജവംശം ശേഖരിച്ച പുരാവസ്തുക്കൾ തൃശൂരിൽ തന്നെയുള്ള ചിത്രശാലയിലെ ആർട്ട് ഗാലറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നും ചെമ്പൂക്കാവ് കൊല്ലങ്കോട് കോവിലകത്തേക്കും മാറ്റി. ഇവയെല്ലാം ശേഖരിച്ച് ഇന്നത്തെ മ്യൂസിയത്തിന് തുടക്കമിടുന്നത് 2005-ലാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ മ്യൂസിയമാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ടൂറിസം മാത്രമാണ് എൻ്റെ കീഴിലുള്ളത്. കൾച്ചർ MOS ഞാനല്ല. എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതാണ്. അത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ എനിക്ക് ചാർത്തി തന്ന ഒരു അഭിമാന നിമിഷവുമാണ് ഇന്ന് ഈ വേദിയിലെ എൻ്റെ സ്ഥാനം. എല്ലാം കൊണ്ടും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തെഴുന്നേൽപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശൻ എന്നിവർ പങ്കെടുത്തു. പുരാവസ്തുക്കളെ കൂടാതെ 14 തീമാറ്റിക് ഗാലറികളിലായി 1000-ലധികം അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ ശില്പങ്ങൾ, നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയും മ്യൂസിയത്തിലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മ്യൂസിയം തുറന്നതോടെ ആദ്യ ദിനം തന്നെ നിരവധി ആളുകളാണ് സന്ദർശനത്തിനായി കൊട്ടാരത്തിലെത്തിയത്. ദിവസേന രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പുതിയതായി നിർമ്മിക്കുന്ന മസ്ജിദ് ഉന്നൂരി ജുമാ മസ്ജിദിന്റെ കട്ടളവയ്പ് കർമ്മം നടന്നു. മസ്ജിദ് ഇമാം ഹൈദർ റഹ്മാനി കട്ടളവയ്പ് കർമ്മം നിർവഹിച്ചു. പുതുശ്ശേരി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കുമായി വലിയൊരു മസ്ജിദ് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ചെറുതുരുത്തി സ്വദേശിയായ PS നസീർ ഖാൻ മുൻകൈയെടുത്താണ് പുതിയ പള്ളി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പുതുശ്ശേരി മഹല്ല് പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന PS നസീർ ഖാൻ, BP സലീം, നൌഷാദ് ചെറുതുരുത്തി, ഷമീർ മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, റഷീദ് മുസ്ലിയാർ, മഹല്ല് സെക്രട്ടറി MM സിദ്ദിഖ്, ട്രഷറർ PYM കരീം, MA ഷഹീം, മോനു എന്നിവർ സംസാരിച്ചു. നസീർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ദീനിലേക്ക് അറബി മുഖാന്തരമാണ് നമുക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണി പൂർത്തീകരിക്കും ഇൻഷാല്ലാ നോമ്പിന് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്ര TMSLP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. വാർഡ് കൗൺസിലർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക രാധാമണി അധ്യക്ഷത വഹിച്ചു. അധ്യാപകർ ആശംസാ പ്രസംഗം നടത്തി. റാലി, ക്രിസ്മസ് കരോൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കായ്മകുന്നത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. വെള്ളിയാഴ്ച നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഡിസംബർ 22 ഞായറാഴ്ചയാണ് സമാപനം. എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഒരുപാട് കൊണ്ടാലും പരമമായിരിക്കുന്ന ആനന്ദം എന്നർത്ഥം. ഈ ആനന്ദം അത് ഇങ്ങനെ ഇവിടുന്ന് മരിച്ചു പോയിട്ട് കിട്ടുന്നതല്ല. പിന്നെയോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നതിനാണ് ആനന്ദം എന്ന് പറയുക.
ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് നല്ല സുഖമായിരിക്കണം, നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. അതാണ് രുക്മിണി ദേവി നമ്മളോട് പറഞ്ഞിരുന്നത്. ആരെ പതിയായിട്ട് ലഭിക്കണം? കൃഷ്ണനെ പതിയായിട്ട് ലഭിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ് കേരള ജനതയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മന്ത്രിയെ നോക്കുകുത്തിയാക്കി വൈദ്യുതി വകുപ്പ് CPM അഴിമതിയുടെ കൂത്തരങ്ങാക്കി. സർക്കാർ ഏർപ്പെടുത്തുന്നത് നാടിന് അപകടകരമായ കരാറുകളിലെന്നും രമേശ് ചെന്നിത്തല. കോട്ടായിയിൽ അർദ്ധരാത്രി ഗുണ്ടാശൈലിയിൽ വീടുകയറി ആക്രമണം. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 8 വാഹനങ്ങൾ തകർത്തു. ആക്രമണമുണ്ടായത് കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീടിനു നേരെ. കോട്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിൽ പാലക്കാട് പുതുപ്പരിയാരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ പഴക്കട ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.